ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്റർ ഡിസ്റ്റൻസിൽ, ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ 5 സെന്റിൽ 4 ബെഡ്റൂമുകളുള്ള 2100 സ്ക്വയർ ഫീറ്റിലെ ഒരു വീടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്റർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഈ റോഡ് ഉടൻ തന്നെ ഇന്റർലോക്ക് കട്ടകൾ വിരിക്കുന്നതാണ്. 4 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. ഇവിടെ 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കവേർഡ് കാർ പാർക്കിങ്ങിലാണ്. 9.5 അടി വീതിയും 15 അടിയിലേറെ നീളവുമുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് ഇവിടെയായിട്ടുള്ളത്. പടിഞ്ഞാറ് ദർശനമായി വരുന്ന ഈ വീടിന്റെ മുൻഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം 17 അടിയോളമാണ് ഇവിടുത്തെ വീതി വരുന്നത്. ഇവിടെയായിട്ടാണ് മറ്റ് 2 കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്താണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വീതി നൽകിയിരിക്കുന്നത്. ഇവിടെയെല്ലാം മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 10 അടിയോളമാണ് ഇവിടുത്തെ വീതി വരുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ ഇവിടെയായിട്ടാണ് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വീതി വരുന്നത്. ഇവിടെ മെറ്റലാണ് പാകിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ സിറ്റൗട്ടിലേക്ക് വരാം. ഗ്രാനൈറ്റിലാണ് സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത്. 4 അടിയിലേറെ വീതിയും 12 അടിയോളം നീളവുമാണ് ഈ ഒരു സിറ്റൗട്ടിന് നൽകിയിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായി വരുന്ന ഈ വീടിന്റെ പ്രധാന വാതിൽ വടക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ ആഞ്ഞിലിയിലാണ് ചെയ്തിരിക്കുന്നത്. 2 പാളികളായിട്ടാണ് ഈ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ ലിവിംഗ് റൂമിലാണുള്ളത്. 12 അടി നീളവും 9.6 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിനുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് അതിന്റെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ പോകുന്നത് വളരെ വിശാലമായ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. 12.8 അടി നീളവും 11.2 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ളത്. ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കിച്ചൺ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായി 10 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിനുള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇതാണ് ലിവിംഗ് സ്പേസിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്കുള്ള പാസേജ്. ഇവിടെയായിട്ട് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയ ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാസേജിനുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നില്ല. നമുക്കിനി ഈ വീടിന്റെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. 14.4 അടി നീളവും 9.6 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 9.6 അടി നീളവും 8.7 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ സ്റ്റെയർ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്തിട്ടാണ് സ്റ്റെപ്പുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്.
ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വളരെ വിശാലമായ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. 19 അടിയിലേറെ നീളവും 8.8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം, സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യാം, ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്യാം. അങ്ങനെ എന്തിനായിട്ടും ഉപയോഗിക്കാനുള്ള വളരെയധികം സ്പേസ് ആണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് നൽകിയിരിക്കുന്നത്. നമ്മളിനി മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. 13 അടിയിലേറെ നീളവും 12 അടിയിലേറെ വീതിയുമുള്ള ഒരു ബെഡ്റൂമാണിത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമ്മൾ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. 14.4 അടി നീളവും 9.6 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മളിനി ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. 11 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ ഉള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമ്മളിനി ഈ വീടിന്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. 12 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്കുള്ളത്. ഈ ബാൽക്കണിയിലെ ഒരു പ്രത്യേകത ഈ ഒരു ജാളി വർക്ക് തന്നെയാണ്. ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ, കാക്കനാടേക്ക് 10 കിലോമീറ്റർ, തൃപ്പൂണിത്തുറയിലേക്ക് 15 കിലോമീറ്റർ, പള്ളിക്കര ജംഗ്ഷനിലേക്ക് വെറും 1.5 കിലോമീറ്റർ, കിഴക്കമ്പലത്തേക്ക് 2.5 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 5 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. ഈ വില തികച്ചും നെഗോഷ്യബിളുമാണ്. ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.